ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് കമന്റിനൊക്കെ മറുപടി കൊടുക്കണ്ടേ, കമന്റൊക്കെ നോക്കണ്ടേ. അപ്പൊ വിചാരിച്ചു പുതിയൊരു വീഡിയോ തുടങ്ങാന്. പിന്നെ പ്രത്യേകിച്ച് കമന്റ് ട്രോളികൾ എടുത്ത് പറയാണ്, ഞാനിന്ന് തട്ടമിട്ടിട്ടില്ലാട്ടാ, കണ്ണനുണ്ട് കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന ഒരു വ്യക്തിയായിട്ടാണല്ലോ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ലേബൽ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വെടിപ്പുഴ വീതിക്കുള്ള മറുപടി കൊടുത്തതിൻ്റെ ഒരു കമന്റ് ബോക്സ് ആണ് നമ്മളിപ്പം നിലവിൽ തുറന്നിരിക്കുന്നത്. ഏകദേശം 260ഓളം കമന്റ്സ് കിടക്കുന്നുണ്ട്. ഇത് മുഴുവനവും വായിക്കാച്ചാൽ ഇന്ന് നേരം വിളക്കും. അപ്പൊ പിന്നെ കുറച്ച് വായിക്കുക, കുറച്ച് ആൾക്കുള്ള മറുപടി കൊടുക്കുക. 99% നെഗറ്റീവ് കമന്റുകളാണ്. അപ്പം ഞാൻ കരുതി ഒന്ന് കൊടുത്തേക്കാം മറുപടി എന്ന്. അപ്പൊ കുറച്ച് കമന്റും കൊടുത്തിട്ട് ബാക്കി നമുക്ക് പിന്നീട് വിട്ടേക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് തുടങ്ങിക്കോളൂ വരുന്നേട്ടാ. നമ്മുടെ ഫസ്റ്റ് കമന്റ് ഇട്ടത് ഉത്തര ചേച്ചിന്റെ അബ്ദുൽ ലത്തീഫ്. ഇത് ഉത്തരാന്റിയുടെ സ്റ്റെപ്പിനിയാണെന്ന് തോന്നുന്നു. കാരണം എല്ലാത്തിലും ഉത്തര ചേച്ചിയുടെ വീഡിയോയിൽ വന്നിട്ട് ഉത്തരം കൊടുക്കുന്ന ലത്തീഫ് കാക്കയാണ്. ലത്തീഫ് കാ ഞങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. ആരാടി സലീം? നട്ടലില്ലാത്ത ഭർത്താവാണോ? സലീമിന് നല്ല നട്ടലുള്ളത് കൊണ്ട് ഇപ്പോഴും സലീം നേരെ തന്നെയാണ് നിൽക്കുന്നത്. ലത്തീഫ് ഉത്തരക്ക് നട്ടലുണ്ടോന്ന് ആദ്യം പോയി നോക്ക്. പിന്നെ ഏതൊക്കെയോ ഓര് റീപ്ലേസ് കൊടുത്തിക്ക്. കൊടുത്താ നോക്കണ്ട. RDX ഫേക്ക് വായിക്കണ്ട. സാദിഖ് അലി, കുൽസീൻ ജസ്ന, വേട്ടാവളിയൻ എവിടെ? വേട്ടാവളിയൻ എന്റെ അച്ഛൻ. കുളിസീൻ എന്ന് പറയുന്നില്ല, അത് കുളിക്കാറുണ്ടോ മുത്തേ? കുളിക്കാത്തവരായിട്ടാ ചങ്കൂറ്റുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ചോദിക്കടാ. 92074116. റാഷി 555 ബോറാണ്, തനി തറയാകുന്നു. എന്തൊക്കെയാണെങ്കിലും സഫീന ബീവിക്ക് നല്ല വ്യക്തിത്വവും അറിവും സംസ്കാരവും ഉണ്ട്. മോശമായിട്ടുള്ള ഒരു ജീവിതവും അവർക്കില്ല. ഓ, റാഷിമോൻ ആയിരുന്നോ അവളുടെ കൂടെ കിടക്കാറുള്ളത്? മോശമായിട്ടൊന്നും ഇല്ല എന്ന് പറയാൻ നീ വന്നാ ഞാൻ കാണിച്ചു തരാം. ഈ ഷഫീന ബീബിക്ക് മോശമായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്ന ആളാ നാട്ടുകാര് വീട്ടിൽ കയറി തല്ലി വയറെ കഥകളുണ്ട് മോനെ. റാഷി ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. റാഷി ഞാൻ ഇതിന്റെ അകത്ത് നല്ല ഒരു വിധത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നത്. ഡാഡിക്ക് പറഞ്ഞതാണെങ്കിൽ നീ എന്നെ വിളിച്ച് ചോദിക്കണം, ഞാൻ അനക്ക് കാണിച്ചു തരത്തരുത്. പിന്നത്തെ കാര്യം, അവരുടെ അറിവിന് മുമ്പിൽ അവർ ഇഷ്ടപ്പെട്ടു പോകും. എനിക്ക് അവരെ വ്യക്തിത്വം ഒരുപാട് ഇഷ്ടമാണ്. ഓ, നല്ല വ്യക്തിത്വം. സ്വന്തം അമ്മേന്റെ പേര് കേസ് കൊടുക്കുക, ഒന്നും പറയണ്ട, നഞ്ചാലിയാവുക, ഇതൊക്കെ. പിന്നെ എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാടേ. അത് തൻ്റേതല്ലാത്ത കാരണവശാൽ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നതാണ്. ആ കഥ ഞാനൊരിക്കൽ പറയും, കുറച്ചും കൂടി കഴിയട്ടെ. പിന്നെ അടുത്ത ഷാനവാസ് എന്തിനാ വന്നിക്കലോ? ഷെഫീന ബീവി വിവരങ്ങളിലും നിങ്ങൾ രണ്ടുപേരും സമൂഹത്തിൽ ജീർണിച്ച് അവസ്ഥയിലാണ് എന്നുള്ള കാര്യം മറക്കണ്ട. അത് നിങ്ങൾക്ക് തോന്നല്ലേ ജീർണിച്ചു എന്നുള്ളത്? ഷെഫീന ബീബിയുടെ നിലവാരം എങ്ങനെയെന്നുള്ളത് ആ ലേഡിയുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഷാനവാസ്. പിന്നെ ഷിഹാബുദ്ദീൻ ഷിഹാബ്, കൂടെ ഇരിക്കുന്ന അവന്റെ കൂടെ മതം മാറി പോടി നാറ്റമേ. അത് ഞാൻ മാറണ്ടേ? നീ ഷിഹാബുദ്ദീനെ നോക്കണ്ടേ? കൂടെ ഇരിക്കുന്ന അവന്റെ കൂടെ മതം മാറി പോടി. മതം മാറിയാലും മാറിയില്ലെങ്കിലും കൂടെ കുഴപ്പമില്ലോ. ഷിഹാബെ ആദ്യം മനുഷ്യനാവ്, എന്നിട്ട് മതം. അനക്കണ്ടിക്ക് ഉറപ്പുണ്ടോ ഈ ഫേക്ക് ഐഡിയയിൽ കൂടി വരുന്നത്? അന്തസ് വേണം. ചോദിക്കാനുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഫേക്ക് ഐഡി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലിപ്പോൾ തിരിച്ച് കമന്റ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഫേക്ക് ഐഡി ആർക്കും ഉണ്ടാക്കാം, ചങ്കൂറ്റത്തോടെ നേരിട്ട് പറയണം. ഷാമിൻ, നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ ഓരോ വീഡിയോയിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. രണ്ടും കണക്കാ. ഉടുപ്പ് എന്ന സാധനം രണ്ടിനുമില്ല. ഷെഫീനയും നീയും. മോനെ, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നിലവിൽ മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിൽക്കാൻ നിൽക്കരുത്. ഇനി റിയാസ്, അപ്പോൾ നീയോ? നിന്നെ ആ ക്യാപിറ്റൽ വിഷൻകാരൻ പീഡിപ്പിച്ച കേസ് എന്തായി? നിന്റെ അരുണേട്ടൻ എവിടെ? ഇതൊക്കെ നിന്റെ വാടക ഭർത്താവ് സലീം കോയ എങ്ങനെ സഹിക്കുന്നു?
സെലീം കോയാന്നൊന്നുമില്ല. നിന്റെ വാപ്പയ്ക്ക് റിയാസ് സെലീം കോയാന്ന് പേരിട്ടത്. അത് ഇത് ഇട്ടത് ചിലപ്പോ ഷനീദ് കരുവാൻകുണ്ടിയായിരിക്കും. അവന്റെ തന്തയുടെ പേര് സലീം എന്നാണ്. അതായിരിക്കും. നിനക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കാണുമുത്തേ. കണ്ടു, മറുപടി കൊടുത്തു. നീ കണ്ണനെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അവകാശം? അബ്ദുൽ ലത്തീഫ്, നിന്റെ ഉത്തരേന്റെ അവകാശം. നിനക്ക് ഉത്തരേന്റെ വീഡിയോന്റെ താഴെ തുരുതുരാന്ന് കമന്റ് ഇടലോ, ആ ലത്തീഫ് ഖാൻ നിങ്ങൾ പോയോ, എപ്പോ വന്നു, മിസ് ചെയ്യുന്നു, അങ്ങനെ എങ്ങനെ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ലത്തീഫെ, ചങ്കൂറ്റുണ്ടെങ്കിൽ നേരിട്ട് വന്ന് വിളിക്കടാ. ശൈലജ CP, മുത്തേ ജസ്ന, ഈ വീഡിയോ പൊളിച്ചു. ഷെഫീനെ പോലെ സംസ്കാരമില്ലാത്ത സംസാരം വേണ്ട കേട്ടോ. ജസ്നയ്ക്ക് ഞങ്ങളുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്, അത് കളയരുത്. ഇത് ഒരു അപേക്ഷയായി കാണണേ. തള്ളയ്ക്ക് എല്ലാവരെയും ചൊറിഞ്ഞ് ശീലമുള്ളൂ, പക്ഷെ കണ്ണനെ ചൊറിഞ്ഞ് പിന്നെ ശരിയാക്കും, ചൊറി പഠിപ്പിക്കും. അതെനിക്കും ആരാ ശൈലജ ചേച്ചി, അതെനിക്കും ഉറപ്പുണ്ട്. കണ്ണനെ ചൊറിഞ്ഞിട്ടുണ്ടോ, കണ്ണൻ മാന്തു, നല്ല വ്രണം വരുന്ന രീതിയിൽ മാന്തുന്നു എനിക്കറിയാം ചേച്ചി. പക്ഷെ നമ്മൾ സഹി കെട്ടിട്ടാണ് പ്രതികരിക്കൽ തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു പോയതാണ്, അല്ലാതെ ആ ലേഡിനെ പോലെ തറയായതല്ലേ ചേച്ചി. പിന്നെ മേരി വർഗീസ്, നിനക്ക് കണ്ണൻ പണി തന്നല്ലേ? ഓ, കുറെ വരയ്ക്കാണ്ട്, ഇഷ്ടം പോലെ. അടുത്ത ജൂലൈ വരെയുള്ള ഓർഡർ. ബീവി എന്നുള്ള പേര് നിങ്ങൾ ഒഴിവാക്കി ഷെഫീന എന്ന് പറയൂ. രണ്ടും ഞങ്ങൾ ഒഴിവാക്കി. പേര് വെടിപ്പുര ബീവി. അബട്ടാസീസ്, നീ ആരാണെന്ന് ശരിക്കും മനസ്സിലായി. നീ എന്താണെന്നും നീ ആരാണെന്നും നീ ഷെഫീനത്തെയോട് കളിക്കാൻ നിൽക്കണ്ട, നീ നാറും. സത്യം, ആരാ നാറിയേ? ഇത്തേടെ പോയിത്താ, ഇത്തെന്നെയൊക്കെ വിട്ടു പോയി, എന്നെ ഉപേക്ഷിച്ചു ഗായ്സ്. സൂപ്പർ, ഇനിയും പോരട്ടെ വീഡിയോസ്. ദേ വന്നോണ്ടിരിക്കുന്നു. സുനിൽകുമാർ, മൊത്തം വെടികളാണോ? ഇതൊരു സംസ്കാരം, രണ്ടും കൊള്ളാം. നമുക്ക് തരുന്നതിന് തിരിച്ചു കൊടുക്കുന്ന 3 എണ്ണം, ഒന്ന് അവന്റെ പോളൂ. ഇതെന്താ കേന്ദ്ര സർക്കാരിന്റെ റേഡിയോ പരിപാടിയോ? അല്ലയോ ഗോപാല, അല്ലയോ ഗോപാല, അല്ലയോ ഗോപാല. സൂപ്പർ വീഡിയോ, ഇങ്ങനെ വേണം പ്രതികരിക്കാൻ. റനാസ് പിന്നെ ശാലിനി സപ്പോർട്ടിങ് ആണല്ലോ. ജസ്ന, നീ ആരെയും ബോധിപ്പിക്കാൻ നിൽക്കണ്ട, നീ മുന്നോട്ട് പോകും. നിന്റെ വീട്ടുകാർക്കില്ലാത്ത ചൊറിച്ചിൽ ആർക്കാ? ചൊറിയുന്നവർ ചൊറിയട്ടെ, ചൊറിച്ചിൽ നിൽക്കുമ്പോൾ നിർത്തിക്കൂ. സത്യമാണ് ചേച്ചി. ആരാണ്? ശാലിനി ചേച്ചി സത്യമാണ്. പക്ഷെ ചിലതിന് ചൊറിഞ്ഞെടുത്ത് നമുക്ക് മാന്തി കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു ചൊറിച്ചിലാടേ, അതുകൊണ്ട് മാന്തുന്നതാ, അല്ലാതെ ഇവന്മാരുടെയൊക്കെ നിലവാരത്തിലേക്ക് പോകുന്നതല്ല ശാലിനി ചേച്ചിയെ. നഞ്ചാലി ഞാനിട്ട പേരാണ്. മറ്റേ ദിലീപിന്റെ ഒരു സിനിമയിലുണ്ടല്ലോ, നമ്മള് 3 പേരാണ് മൂഞ്ചാലി, അതേപോലെ നഞ്ചാലി. അബ്ദുൽ അസീസ്, ഷെഫീനോട് മുട്ടാൻ കണ്ണാത്തി താത്ത വളർന്നിട്ടില്ല. കണ്ണാത്തി താത്ത എനിക്ക് ഇഷ്ടായിട്ടോ. ഞാൻ വളർന്നിട്ടില്ലടേ. കാരണം എന്താ വെച്ചാല് ഷെഫീനൊക്കെ ഇത്രേ ഹൈറ്റ് ഉള്ളൂ, എനിക്കും ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വളർന്നതല്ലേ, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഫസ്റ്റ് ക്ലാസ് മറുപടി. ആ കുത്തിന്റെ മോൾക്കുള്ള മറുപടി ഇങ്ങനെ തന്നെ വേണം. തകർത്ത് പൊളിച്ചു. ആ ഒരുത്തൻ ഇപ്പോൾ ഉണ്ടോ? ആ സത്യം, അതെനിക്കും ഉണ്ട് കേട്ടോ. ആകാംക്ഷ അറിയാൻ വേണ്ടിട്ട് പാവാട്ടി കിട്ടി റോട്ടില് വീണിട്ട് നല്ലൊരു വിക്കലാ വീണത്. ഗൈസ്, ഈ വീഡിയോയിലുണ്ട് അത്. ആ വീഡിയോന്റെ കമന്റ് ആട്ടോ ഈ വായിക്കുന്നത്. പാവം ചെയ്യാ. അപസാരിക തന്നെ. ഷെഫീന ബീവി കറക്റ്റ്. ഏതാണ് ഈ സലീം? ഇവരുടെ ഒരു വ്യാജ കണ്ണൻ സ്നേഹം വെളുപ്പ്. രാജേഷ് PKM വീട്ടുപേരായിക്കല്ലേ? അത് വിളിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞു കേട്ടോ അതിന്റെ ഫുൾ ഫോം, വിശദമായിട്ടുള്ള ഡീറ്റെയിൽ. ബീവി എന്നുള്ള നാമത്തിന് മഹിമ കളയാൻ ഒരു പേരും. സത്യം, ഈ ബീവി എന്ന് പറയുന്നതൊക്കെ മുസ്ലിം നാമധാരികളിൽ കുറച്ച് ആൾക്കാർക്കേ ഇടും. അതെന്ന് വെച്ചാൽ അത്രയും പവിത്രമായിട്ടുള്ളൊരു പേരാണ്. ചെറുപ്പത്തിൽ അങ്ങനെ അല്ലല്ലോ, ചെറുപ്പത്തിൽ എല്ലാവരും പാവങ്ങളാണല്ലോ. അതുകൊണ്ട് വരുമ്പോ എന്താന്ന് അറിയില്ലല്ലോ. നാട്ടിലില്ലേ, ഇതൊന്നും കാണുന്നില്ലേ? റസീന കുട്ടിമ്മ,
റസീന കുട്ടിമ്മ സലീം ഇതൊക്കെ കാണാതെ പോയി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താല് ആദ്യത്തെ ഷെയർ. നിന്റെ ഭർത്താവിനെ പോലല്ല സലീം. സലീമിന് നട്ടലും ഉണ്ട്, ആണത്തും ഉണ്ട്, സ്വന്തം ഭാര്യനെ വിശ്വാസവും ഉണ്ട്. എന്റെ ഭർത്താവിന് ചിലപ്പോ എന്റെ വിശ്വാസം എല്ലാവരും കണ്ട ആൾക്കാരെ കൂടെ കിടന്ന് കാക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാരും അതേമാതിരി ചിന്തിക്കരുത് റസീന. ഇപ്പൊ എങ്ങനെ റേറ്റ് 5,000 കേട്ടോ. 5,000 തന്നെയാണ്. അതൊക്കെ ഒരു ഒറ്റ മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വായിച്ചതിൽ 99% മുസ്ലിം നാമധാരികളുടെ മെസ്സേജുകളാണ്. അപ്പൊ മനസ്സിലാവില്ലേ ഓരോരുത്തരുടെ നിലവാരം എന്താണെന്ന്. വിനോദ് കുമാർ, നല്ല മറുപടി. നാവിൽ വികട സരസ്വതി വിളയാടുന്ന ഷെഫീന ബീവിക്ക് നല്ല അടി കിട്ടാത്ത കുറവ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കേട്ടെടുത്തോളം, ഞാൻ ഇന്ന് ഒരു ദിവസം ദിയാസനന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ദിയാസന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവളെ വീട്ടിൽ കയറിയിട്ട് വരെ ആർക്കോ തല്ലിയിട്ടുണ്ടോ അല്ലേ, എന്നിട്ട് അടങ്ങാത്ത സ്ത്രീയാണ്. അതിന് ഉളുപ്പില്ലടേ. പിന്നെ ഉഗ്രൻ കലക്കി. ഇങ്ങനെ തന്നെ ആ വെടിച്ചയ്ക്കുള്ള മറുപടി കൊടുക്കണം. ഓക്കെ, താങ്ക് യു. ബിന്ദു ബാലചന്ദ്രൻ, മുനീറ കുളി കാണിച്ചു കൊടുത്തോടി. ഇല്ല മുനീർത്ത, കാരണം അമ്മക്ക് ഒരുമിച്ച് അല്ല. ഈ മുനീർത്ത ഏതാ അറിയോ? മുനീർത്താന്റെ ഒരു വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. കാരണം ഒരു വീഡിയോ കോള് ആരെങ്കിലും ചോദിച്ചാൽ അവളെ ഫേസ് വെച്ചിട്ട് ഞാൻ അയച്ചു തരാം. വേണമെങ്കിൽ ആ മുനീർത്താന്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്ന് നോക്കുക. മുനീറ 1038, അതായത് 1038 എന്നാണ് അതിൻ്റെ ഇത്. അപ്പോൾ ആ താത്തേൻ്റെ ഒരു വീഡിയോ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഷിബിൻ, വേട്ടാവലിൻ എവിടെ? നിന്റെ അച്ഛനോട് ചോദിക്കട എവിടെയാന്ന്. സിന്ധു അർജുനൻ, ജസ്ന ഷെഫീനയെ വിളിക്കുന്നത് തന്നെ തെറി താത്താന്നാണ്. അവരോട് കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ ജസ്ന ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ പോകേണ്ടി വരും. ജസ്നയെ കൃഷ്ണ വര എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. ആ മഹത്വം കളയരുത്. ജസ്നയ്ക്ക് ഒരു സമ്മാനം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഷെഫീനനെ കുറ്റം പറഞ്ഞിട്ടും ഷെഫീനന്റെ ഇതാക്കിയിട്ടൊക്കെ ഈ ഹിന്ദു നാമധാരികളും ഷെഫീനനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ മുസ്ലിം നാമധാരികളുമാണ് വരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഷെഫീന ഈ ഹിന്ദു മതസ്ഥർക്കെതിരെ സംസാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വ്യൂവേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് അവർ എൻ്റെ നേരെ എതിരെയാക്കിയിട്ട്, കാരണം ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതായതുകൊണ്ട് എൻ്റെ നേരെ എതിരാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. അതൊക്കെ മതത്തിനെ പിടിച്ചിട്ട് ചെയ്യുന്നതാണ് അമ്മച്ചി. പക്ഷെ നടക്കൂല അമ്മച്ചിയെ. ഷമീർ 125, ഷെഫീന ലവ് ഹാർട്ട് 3 സ്വന്തം ഭർത്താവ് കാണണ്ട. സ്വന്തം ചെയ്താന്ന് നോക്കിയ. ജസ്ന ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചാൽ പ്രോബ്ലം ആവില്ലേ? എന്ത് പ്രോബ്ലം? നമുക്ക് ഓരോരോ നമ്മുടെ നേർക്ക് വരുന്നത് നമ്മൾ മാറ്റുന്നു, അത്ര മാത്രം. ഇത് ഇഷ്ടം പോലല്ലോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ 260ഓളം കമന്റ്സ് ഉണ്ട്. കുറച്ച് വായിച്ചിട്ട് അങ്ങ് പോവാ. നല്ല പേര് വെടിപ്പുര ബീവി. നിനക്ക് പറ്റിയ പേരെന്താ? നൗഷാദ്. എനിക്ക് പറ്റിയ പേര് ജസ്ന സലീം. എൻ്റെ ജസ്ന സലീം എന്നുള്ള ഒഫീഷ്യൽ നെയിം വന്നത് 2009 അതിനു മുമ്പേ ജസ്ന മജീദ് എന്നായിരുന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ നെയിമായിരുന്നു മജീദ്. കുളിക്കുമ്പോൾ പറയാൻ മറക്കരുതേ പ്ലീസ്. എന്തിനാടാ കൊച്ചനെ? അവൾക്ക് തട്ടം തന്നെ ഇല്ല. അതിൽ ബ്ലാദിയാണോ? സൂപ്പറായി. പ്രിയങ്ക പറഞ്ഞു സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി റീച്ച് കൂടിയല്ലേ, അതുകൊണ്ടാവും ഡെയിലി ഇടുന്നത്. റീച്ച് പൊതുവേ ഉണ്ട് ബിന്ദു ചേച്ചിയെ. പിന്നെ രഞ്ജിത്ത് ഉണ്ണി, നിനക്ക് വട്ടാടി. ആ വീഡിയോ എന്താണെന്ന് ആദ്യം നോക്ക്. അവർ തന്നെയാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഇട്ടത് ജിനു ചേട്ടന്റെ വീഡിയോസ് ആണ്. ലാസ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതില് മനസ്സിലാവും. അതാണ് തരികിട. കാരണം നല്ലോണം നിൽക്കുന്ന ആൾക്കാരെ കാലിന്റെ അടിഭാഗത്ത് കുത്തി വേദനിപ്പിച്ചിട്ട് കൈകൊണ്ട് അടിക്കുമ്പോ അത് ഫോട്ടോ എടുത്തിട്ട് കേസ് കൊടുക്കാം. ആ ചേച്ചി കൊടുത്ത കേസ് ഞാൻ പറഞ്ഞിട്ട് ഇതിനു മുമ്പേ. അവൻ പാവപ്പെട്ട സുധി. പിന്നെ പ്രിയങ്ക ചേച്ചി ഇഷ്ടപ്പെട്ടു. മുഹമ്മദ് പി കുളിസീനോഡിയോ സൂപ്പർ. ഓ ആയിക്കോട്ടെ, താങ്ക് യു. പിന്നെ രഘു സലീം, കണ്ണൻ പണി തരാമെന്ന് എങ്കിൽ നിനക്ക് അധികം തരില്ലേ? എത്ര നല്ല മോളല്ലേ നീ.
കണ്ണൻ എനിക്ക് ഇതുവരെ പണി തന്നിട്ടില്ല, പക്ഷെ കണ്ണൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം എന്താന്ന് ഒരു 2 മാസം കഴിയട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അടിച്ചു പൊളിച്ചു ജസ്ന. താങ്ക് യു. പിന്നെ വന്നത് ഷാലു. ജസ്ന നീ പണിയെടുത്ത് ജീവിക്കുന്നു, അവൾ ആണുങ്ങളെ കാറിൽ പിടിച്ച് ജീവിക്കുന്നു. കമന്റ് വന്ന് സത്യം ഫ്രോഡ് ഷെഫീന. ജസ്ന സുധീർ PH75 നിന്റെ അമ്മേൻ്റെതാ കൊടുത്തത് കേട്ടോ. നിങ്ങൾ 2 പേരും കണക്കാ. സൂപ്പർ നെയിം വെടിപ്പുര ബീവി. ജസ്ന നീയും അവളെ പോലെ തന്നെ. താങ്ക് യു. സിമ്പിൾ ടോക്സ്. പിന്നെ അടിപൊളി ഷെഫീന. ഊമ്പി ജിനുവിന്റെ അടുത്ത് നിന്ന് നല്ലത് കിട്ടി. എന്താ ലതാ പ്രതാപ്. പിന്നെ വന്നത് 2 കൂടി ചേരും. അയ്യോ ചിരിച്ചൊരു വഴിയായി. കുറെ കമന്റ് ഉണ്ട് കേട്ടോ. കുറെ കമന്റ് എനിക്ക് തോന്നുന്നൊരു 260ഓളം കമന്റ് ഉണ്ട്. മാക്സിമം ഞങ്ങൾ 60 ഞങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ 200 എണ്ണം നമ്മളെ വെടിപ്പൂര് ബീവിക്കുള്ളതാ. കാരണം ഒക്കെ പറയുന്നതാ ഫുൾ സപ്പോർട്ട് ജസ്ന. പിന്നെ നല്ല മറുപടിയാണ് സുഡാപ്പി ബീവിയുടെ വയറ് നിറയെ. സുഡാപ്പി ബീവി. പിന്നെ റസീന പറഞ്ഞത് എടി ഇതൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോലെ, ഇത് തുറന്നാ അപ്പൊ ഓടി വന്നോളൂ. മോളെ നീ തുറക്കണ്ട കുഞ്ഞാ, ഇതൊക്കെ പറയേണ്ടത് അവള് ഫോണിലല്ലല്ലോ എന്നെ വിളിച്ചു പറഞ്ഞത്. അവള് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, തിരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അത്രമാത്രം കൂട്ടിയാ മതി. പിന്നെ ജസ്ന വിനു എന്താ ജസ്ന പേര് മാറിപ്പോയതാണ്. JSHNA അല്ല കേട്ടോ, JASNA. വെടി കുളിസി. ഷെഫീഖ് ആരതാ മോനെ? നിന്റെ അമ്മയുടെയാ ഉമ്മ. പിന്നെ കുറെ ഹാർട്ട് സ്മൈലി. എന്താ മുസ്ലിം. അത് ഇത് ഈ ലേഡിയുടെ വാക്കാ, നമ്മുടെ ഷെഫീന ലേഡിയുടെ വാക്കാണ്. മുസ്ലിം എന്ന് പറഞ്ഞിട്ട് മക്കാറാക്ക്. ഞാൻ മുസ്ലിമും അല്ല, ന്യൂ ഹിന്ദു അല്ല, എനിക്ക് മതമില്ല, ഞാൻ മനുഷ്യനാണ്. അങ്ങനെ തന്നെ വേണം. പ്രിയങ്ക 5519 ഇതൊക്കെ പറയുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ വേണമെന്നാണ്. ആ വീഡിയോ ഇട്ട് നന്നായിക്കുണ്ട്, അത് അങ്ങനെ തന്നെ വേണമെന്നാണ് ഉദ്ദേശിച്ചത്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാത്ത സംസാരിക്കാറായി നടക്കുമ്പോൾ നിങ്ങളുടെ മക്കളും ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ? നിങ്ങൾക്കാർക്കും എന്താ ഇത് മനസ്സിലാവേണ്ടത്? ഇംഗ്ലീഷ്, ഇത് മംഗ്ലീഷാ. നിലവാരമില്ല. ദൈവങ്ങളെല്ലാം ഇതിൽ പെട്ടല്ലോ. നിങ്ങളെ പോലെയുള്ളവർ ഒരു ദൈവത്തെയും പറയാൻ അധികാരമില്ല. സെലീനത്താ, എൻ്റെ മക്കൾ ഇതൊക്കെ കേൾക്കല്ലേ എന്ന് ചോദിക്കാൻ. മോനെ കേട്ടോ, മോനാണ് ഇത് വീഡിയോ എടുക്കുന്നത്. നമുക്ക് മക്കളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഉമ്മാക്ക് ഇത്രത്തോളം നെഗറ്റീവും കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് ഭാവിയിലേക്ക് അവർ മനസ്സിലാക്കണം. മുതിർന്നു വരികയാണ് കുട്ടികൾ, ഇത് മനസ്സിലാക്കിയിട്ടാണ് വളരേണ്ടത്. പിന്നെ ദൈവങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ നിനക്കെന്ത് അവകാശമാണ് ഉള്ളത്? നിനക്ക് മാത്രമുള്ളതാണോ ദൈവം? ദൈവം എന്ന് പറയുന്നതിന് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. എല്ലാ മനുഷ്യരും തൻ്റേതെന്ന് മാത്രം വിശ്വസിക്കുന്നതാണ് ദൈവം. എന്നാലോ ദൈവം ഒരാളുടേത് മാത്രമല്ല എന്നുള്ളത് ഏതാ ലേഡി? സെലീന ലേഡി. ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. കണ്ണൻ ആരാ? കണ്ണന്റെ പണി കിട്ടിയവരെയാ ഈ ലോകത്ത് മുഴുവൻ. ഒന്ന് പോടി. ജാസിം കണ്ടോ, ഒക്കെ മുസ്ലിം നാമധാരികൾ മാത്രമേ ഉള്ളൂ. കിട്ടാം. നീ ചെല്ല് പൊട്ടിക്ക, നിനക്ക് കിട്ടാതെ നോക്കിക്കോന്ന്. ഷെഫീനന്റെ അടുത്തുനിന്ന് കിട്ടേണ്ടി വന്നാല് ചത്താളൂലേ ഞാന്, അറിയോ? ആ 6 അടി പൊക്കുള്ള 1.5 കാലിച്ച് എങ്ങനെ ഉണ്ടാക്കാനാ? പൊളി മോളെ. ഷെഫീന ഫ്രോഡാണ്. യൂസർ KT. പിന്നെ പ്രസ്റ്റീജ്. ഏട്ടൻ എപ്പോഴാ കോഴിക്കോട്ടേക്ക് വരുന്നത്? ഏത് ഏട്ടനാണാവോ? അരുണേട്ടനായിരിക്കാം. ഗോപാലേട്ടൻ ഒന്ന് കുളിക്കട്ടെ. കുളിച്ചോട്ടെ, സോപ്പ് നീ മേടിച്ചു കൊടുക്ക്. പിന്നെ വന്നത് കുറെ ആർട്ട് സ്മൈലി. കണ്ണൻ ആരാടി നീ പറ? കണ്ണൻ ഗുരുവായൂരപ്പേ. ഷെഫീന ഈസ് എ തേർഡ് റേറ്റ് വുമൺ. സത്യം. നിങ്ങൾ 2 പേരും കണക്കാ. താങ്ക് യു. കണ്ണൻ എന്ത് കണ്ണൻ? ഗുരുവായൂരപ്പേ, അതാണ് കണ്ണൻ. നിനക്ക് വട്ടാടി. ആ വീഡിയോ എന്താന്ന്
ആദ്യം നോക്ക്. അവർ തന്നെയാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. രണ്ടാമതും ഞാൻ പറയാണ്, ആ വീഡിയോ ഇട്ടത് ആ പെണ്ണല്ല. അത് ജിനോ. ആണമുണ്ടോ നിങ്ങൾക്ക്? പാവപ്പെട്ട ഹിന്ദുക്കളെ വിറ്റ് എത്ര നാൾ ജീവിക്കും? അല്ല, അതൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഏത് പാവപ്പെട്ട ഹിന്ദുക്കളെ വിറ്റു എന്നാ പറയുന്നത്? ഞാൻ ഫോട്ടോ വരയ്ക്കുന്നതാണെങ്കിൽ ഫോട്ടോയുടെ കോസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. എന്താ മെറ്റീരിയൽ എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് മെറ്റീരിയൽ ആവും, അതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ള ആദ്യം ഷോപ്പ് പോയി അന്വേഷിക്കുക. എന്നിട്ട് അത് മണ്ണും ചാണല്ലാത്തവൻ എന്തോ പറഞ്ഞു, ചൈന സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഓക്കെ സോറി, വിവരമില്ലാത്തവൻ എന്തോ പറയുന്നു. ആ പറഞ്ഞ ആള് അൻസാർ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ മുസ്ലിം നാമധാരികൾ മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഞാൻ കമന്റ് വായിക്കല്ല, പേര് വായിക്കുള്ളൂ. ബഷീർ, ജബ്ബാർ, അബ്ദുൾ റസാഖ്, മസാഫ് ഫാമിലി, CT രാജേഷ്, അത് വേണ്ട, മുനീറ, പിന്നെ ബഷീർ, അച്ഛനല്ല റഫീഖ്. ഇതൊക്കെ മിക്കതും ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവായിട്ട് ഇടുന്നത് ഇത് അവസാനം എടുക്കാലോ എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടിട്ടാ. അപ്പോ നമ്മൾ ഇന്നത്തെ ഇത്രയൊക്കെ വായിക്കുന്നത് കാരണം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ക്രീൻഷോട്ട് എടുത്തു പോയതാ കേട്ടോ, മാറിപ്പോയതാ. അപ്പോൾ എന്താ പറയാ, ഷെഫീൻ ഒരു 3rd rate വുമണാന്ന് വരെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ബീവിത്താത്തന്റെ കഥ ഇപ്പൊ ഏകദേശം ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലേ ഏകദേശം 260ഓളം കമന്റുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ മറുപടി കൊടുക്കാന്ന് വെച്ചാല് മറുപടി കൊടുക്കുന്നല്ല. ബഷീർ കുളിച്ചോ? ഇന്ന് മോനെ തല നനച്ച് കുളിച്ചു. പൊതുവെ ഞാൻ തല നനച്ച് കുളിക്കാറില്ല, അതാണ് മുടിയൊന്നും പരപ്പിച്ചിട്ടേ. അപ്പൊ ഏതാ ഈ മാസം തെറ്റി പ്രസവിച്ചവനോ എന്തോ അടിക്കാണ്. എടേ എന്തൊക്കെയാടേ? കണ്ണൻ പണി തരാൻ എങ്കിൽ നിനക്ക് എന്ത് തരില്ലേ? നിനക്ക് ആദ്യം തരില്ലെന്നായിരിക്കും. എത്ര നല്ല മോളാ നീ. ഞാൻ നല്ല മോള് എന്നാടേ, സത്യം. പിന്നെ കണ്ണൻ എനിക്ക് പണി തരികയെന്ന് ചോദിച്ചാൽ അങ്ങനെ പണി തരില്ലടേ. കണ്ണൻ അനുഗ്രഹിച്ചിട്ടുണ്ടേ. വെയിറ്റ് ആൻഡ് സീ. സത്യാട്ടത്. അപ്പോ നമ്മള് അനുഗ്രഹം കിട്ടി എന്താന്നുള്ളത് 2-3 മാസത്തിനുള്ളിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, പലരും പറയുന്നുണ്ട് ഈ കപടഭക്ത എന്ന് പറഞ്ഞ് എന്നെ കുറേ ആൾക്കാർ കപടഭക്തിയാക്കിയിട്ടുണ്ടേ. അപ്പോൾ ഈ കപടഭക്തിയാണെങ്കിൽ കണ്ണൻ പരീക്ഷിച്ച് അങ്ങേയറ്റെത്തും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ ചിത്രവര തുടങ്ങിയ സമയത്ത് ഞാൻ തുറന്ന് പറയുന്നതുകൊണ്ട് എനിക്കൊരു വിരോധവും. ചിത്രവര തുടങ്ങിയ ആ ഒരു കാലഘട്ടങ്ങളിൽ എനിക്ക് വീടിന് ജപ്തി നോട്ടീസ് ഉണ്ടായിരുന്നു. ആ ഒരു ജപ്തി നോട്ടീസ് ഉള്ള സമയത്താണ് സലീം 2016 ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. 2016-17 സമയത്താണ് സലീം ഗൾഫ് പോകുന്നത്. 17 തോന്നുന്നു. ഗൾഫ് പോയിട്ട് അവിടെ സാലറി 20,000 രൂപയാണ്. അപ്പോൾ അത് ബാങ്കിൽ അടയ്ക്കാനും തികയൂല. ഞങ്ങൾ പട്ടിണി കിടന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങുന്ന ഉറക്കത്ത് പോലും വിചാരിച്ചിട്ടില്ല ഈ വരയ്ക്കുന്ന ഈ കണ്ണന് എന്നിട്ട് പരീക്ഷിക്കാണോ ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട്. ഞാനും കുട്ടികളും കുറേ പട്ടിണി കിടന്നിട്ടുണ്ട്. ഉള്ളത് പറയുന്നതിന് എന്താ, നമുക്ക് പട്ടിണി കിടന്നിക്കെന്ന് പറയുന്നതിൽ നാണക്കേട് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും വലിയ നിലയിലാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കണ്ണൻ പരീക്ഷിക്കുക, കണ്ണൻ പണി തരികയാണെങ്കിൽ എനിക്ക് അന്നേ പണി തന്നിട്ടുണ്ട്, അന്നേ എന്നെ പരീക്ഷിക്കുന്നുണ്ട്. ഈ പരീക്ഷണം, കണ്ണൻ തരുന്ന പണികൾ പരീക്ഷണമായിട്ട് കൂട്ടിയാൽ മാത്രം മതി. അത് കണ്ണന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ കണ്ണൻ്റെ ഭക്തർക്ക് ഒരാൾക്കും പരീക്ഷണം കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏറ്റവും വലിയ അങ്ങനെ പരീക്ഷണം കിട്ടിയൊരു വ്യക്തിയാണ്, അവരുടെ പേരെന്തായിരുന്നു, പൂന്താനല്ലേ, കുഞ്ഞ് മരിച്ചു പോയത്. എന്നിട്ട് കണ്ണാ നീ മതി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയത്. അത്രത്തോളം പരീക്ഷണം കൊടുത്ത ആൾക്കാർ വരെ നിലവിലുണ്ട്.
അപ്പോൾ എന്നെ കണ്ണൻ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം സന്തോഷത്തോടു കൂടെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പം നിലവിൽ കണ്ണൻ എന്നെ പരീക്ഷിക്കല്ല, കൂടെ കൈകോർത്ത് പിടിച്ച് നിൽക്കുക എന്നുള്ളത് 99.9% അല്ലെ 101%. കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രം നോക്കിയാലും പോരല്ലോ, വൈകുണ്ഠനാഥനല്ലേ ഒന്നായിട്ട് നോക്കണ്ടേ, വൈകുണ്ഠനാഥൻ തന്നെയല്ലേ പറയാ. ഇനി ചിലർ അതെടുത്ത് വീഡിയോ ഇടും, ജസ്റ്റ് കണ്ണനെ വൈകുണ്ഠനാഥൻ എന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഒരു സംഭവം മാത്രമാട്ടോ ഉള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസം വളരെ കുറവാണ്. അതിനേക്കാട്ടിലും കുറവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഹിന്ദുമത ആചാരങ്ങൾ. എനിക്ക് ഒട്ടും അറിയില്ല. കാരണം ജനിച്ച് വളർന്നത് അങ്ങനത്തെ ഒരു ഈ അഗ്രഹാരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു മുസ്ലിം ഏരിയയിൽ മാത്രമാണ്. അവിടെ ബാങ്കുവിളി കേട്ട് എഴുന്നേറ്റ് ബാങ്കുവിളി കേട്ടിട്ട് ഉറങ്ങുന്ന എന്നോട് ഈ ഹിന്ദുമത അല്ലെ ടി വിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഹിന്ദുക്കളുടെ എന്തെങ്കിലും അമ്പലമോ കാര്യങ്ങളോ കാണാം. ഈ ഹിന്ദുക്കളെ അമ്പലം പണ്ടത്തെ സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഹിന്ദുക്കളുടെ അമ്പലം വരുന്ന സമയത്ത് ഒരു മുട്ടുണ്ട്, ടുൺ 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 ടുന്നും പറഞ്ഞിട്ടു ആ ശംഖുവിളി അതൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് ചാനൽ മാറ്റിക്കൊള്ളണം, ഇല്ലേ അമ്മ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കാണും. സത്യമായിട്ട് നെഞ്ചു തൊട്ട് പറയുന്നൊരു കാര്യമാണ്, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ 2 or 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹിന്ദു മതസ്ഥരും ക്രിസ്ത്യാനിയായിട്ട്. സിനിയും ജിനോ ചാക്കോ, സിനി പറയല്ലേ, ജിൻഡോ ചാക്കോ, അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കൂട്ടില്ല. കാരണം കൂടിയാൽ എൻ്റെ മൂത്ത സഹോദരിമാർ വീട്ടിൽ പോയി പറയും, ഇവള് ഇന്ന ആളുടെ കൂടെ നടന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ചീത്ത കേട്ട ഒരു കാലഘട്ടമുണ്ട്. ഇതൊന്നും മതത്തിനെ കുറ്റം പറയാനോ അല്ലെ മറ്റൊരു വിഭാഗത്തിനെ തരം താഴ്ത്താനോ ഒന്നുമല്ല. ഞാൻ ജനിച്ച് വളർന്ന രീതി അതാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഹിന്ദുമതസ്ഥർ കുറവാണ്. ഞങ്ങൾക്കൊക്കെ ആകെ ഓർമ്മയുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് കുറച്ച് കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ മീനാക്ഷി അമ്മൻ്റെ അടുത്ത കല്യാണത്തിന് പോയതാണ്. ആ കല്യാണത്തിന് പോയത് തന്നെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ട്, വാപ്പയും കഴിച്ചിട്ടുണ്ട്. മൂത്ത സഹോദരിയൊന്നും ഉമ്മയൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം അവർ കഴിക്കൂല. അത് അവരങ്ങനെ വളർന്നത് കൊണ്ടാട്ടോ, അത് അവരെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ കഴിച്ച ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഫുഡ് സദ്യയൊക്കെ കഴിക്കുന്നു. ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ബ്രെഡും ഗ്രീൻ പീസും ആണ് കിട്ടുക ആ സമയത്തൊക്കെ കേട്ടോ. അതൊക്കെ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് മീനാക്ഷി അമ്മൻ്റെ അവിടെ ഒന്നും പോകുന്നതിന് ഒരു വിരോധമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മീനാക്ഷി അമ്മനെയൊക്കെ, ഇപ്പോഴും ഇഷ്ടമാട്ടോ. അപ്പോൾ അത്രത്തോളം നമ്മൾ ഫാമിലിയിൽ നിന്ന് കഴിയുന്നതും മറ്റു മതസ്ഥരെ മാറ്റി നിർത്തി അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ വന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ കണ്ണനെ അറിഞ്ഞ് കണ്ണൻ്റെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് കുറേയൊക്കെ യൂട്യൂബ് കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ആണ് അറിയുന്നത്. അത് തന്നെ അറിയുന്നത് പറഞ്ഞതിൽ പലരും അതെടുത്തിട്ട് എനിക്കിട്ട് ട്രൗസർ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ പറഞ്ഞു എന്ന്. സംഭവം അതൊന്നുമല്ല. ഞാൻ യൂട്യൂബ് കേൾക്കുന്നത്, പക്ഷെ എനിക്കറിയില്ലല്ലോ ഇത് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് സ്വയം ഉണ്ടാക്കുന്ന കഥയാണെന്ന്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവരുടേതായ രീതിയിൽ അവരുടേതായ സാങ്കല്പികതയിൽ ഉണ്ടാക്കുന്ന കണ്ണൻ്റെ കഥകളാണെന്ന്. അല്ലേ ഒരു മുത്തശ്ശി വേണം നമുക്ക് പറഞ്ഞു തരാൻ. എൻ്റെയൊക്കെ നാളെ അറിഞ്ഞത് തന്നെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മ എല്ലാവർക്കും നാള് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഞങ്ങൾക്കൊക്കെ നാളെ അറിയാവുക. അത്രത്തോളം മറ്റു മതസ്ഥരെ കുറച്ചൊരു വേർതിരിവോടെ കാണുന്ന, എന്ന് വെച്ചാൽ അവരോട് മിണ്ടായിയും താക്കായി ഒന്നുമില്ല കേട്ടോ. വീട്ടിൽ പോക്ക് കുറവാണ്. കാരണം വീട്ടിൽ അങ്ങനെ പോവാത്തതിനും കാരണമുണ്ട്. ഈ വീട്ടിൽ ചാണകം തളിച്ച കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറേ ഓണം നായി ഉണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളാരും വീട്ടിലേക്ക് ഉമ്മയൊന്നും പോകാനേ സമ്മതിക്കൂല. അങ്ങനത്തെ വളർന്നു വന്നൊരു സാഹചര്യം അതുകൊണ്ടാണ് പലതും ഞാൻ അറിയാതെ പോയത്. അറിയില്ലെങ്കിൽ ഒരു ലക്ഷ്മിപ്രിയ അങ്ങനെ എനിക്കൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യത്തിന് പോവരുത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളുടേത് എന്നാണ്. ഞാൻ വിശ്വസിച്ചതൊക്കെ കണ്ണന് എൻ്റെ മനസ്സ് തോന്നിച്ച് തരുന്നത് അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ ആണ് ഗുരുവായൂരിന്ന് ഞാൻ കേക്ക് പോലും കട്ട് ചെയ്തത്. അത് നമ്മുടെ ചപ്പീന ബീബി എടുത്തിട്ടിട്ടുണ്ട്. മുട്ടയില്ലാത്ത കേക്ക്
ഈ നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല പോലും. ഈ നമ്പൂതിരിമാരും കാര്യങ്ങളൊക്കെ ഈ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് എവിടുന്നാ അവർക്കൊക്കെ കിട്ടുന്നത്? ഇപ്പോഴത്തെ കാലത്ത് അതുണ്ട്. അത് എന്തോ ഒരു ഇതിട്ടിട്ടാണ് അവർ ഇതാക്കുന്നത്. ചോദിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മളത് മേടിച്ചത്. കാരണം എനിക്കറിയാം ഇറച്ചിയും മീനും കൂട്ടി. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും എന്നെ ക്രൂശിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഈ നടപ്പന്തലിൽ വരെ വരുന്ന ആൾക്കാർ ഫുൾ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അവര് ഇപ്പുറത്തെ ഹോട്ടലിൽ ചിക്കനും മീനും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും അവരങ്ങോട്ട് വരുന്നത്. ഉള്ളിലേക്ക് കയറുന്ന ആൾക്കാർ മാത്രമാണ് കുളിച്ച് വൃത്തിയോടുകൂടെ പോകുന്നത്. അല്ലാത്തവര് ചിലർ വേറെ എവിടെയെങ്കിലും പോയപ്പോൾ ആ കണ്ണൻ്റെ നടയത്തെട്ടോളൊന്ന് പോകാന്ന് പറഞ്ഞു അതേപോലെ വെറുതെ കൗതുകത്തിന് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഞാൻ നടപ്പന്തലിലേക്ക് പോലും പോയിട്ടില്ല. ആ അവിടെ ഷോപ്പൊക്കെ തുടങ്ങുന്നിടത്ത് വെച്ചിട്ട്. കാരണം അത് പറയുകയും ചെയ്തു അത് അശുദ്ധി അല്ല എന്ന് എനിക്ക് അങ്ങനെ തോന്നി. ഇനി എൻ്റെ തോന്നലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റൂല. എന്നാൽ പോലും നമ്മൾ അവിടം വരെ പോയപ്പം കണ്ണന് ഞാനൊരു ഉപദ്രവവും ഉണ്ടാക്കാതെ പുറത്ത് നിന്ന്, അതും എൻ്റെ ജീവിതത്തിൽ ഞാൻ പിറന്നാളേ ആഘോഷിച്ചിട്ടില്ല. ആദ്യമായിട്ടും ഇനി ഞാൻ ലൈഫിൽ ഇനിയൊരു പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നില്ല അവസാനമായിട്ടും. കാരണം അത്രത്തോളം ഞാൻ ആ ഒരു കണ്ണൻ്റെ തിരുനടയിൽ നിന്ന് ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. അത് മതി എനിക്ക് ലൈഫ് ലോങ് ഓർമ്മിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു കേക്ക് ഞാൻ ഫസ്റ്റ് കഴിച്ചപ്പോൾ കൂടെ കണ്ണനുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബീവിത്താത്ത പോയിട്ടോ. ബീവിത്താത്ത പോയ വഴിക്ക് പുല്ലും കൂടി മുളച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിലൊരു വീഡിയോ ഇടുക കാര്യങ്ങളോ. കാരണം ഒരു സ്ത്രീയെ ഞാൻ മനഃപൂർവ്വം അപമാനിച്ചതാണ്. കാര്യം എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അപമാനമാണ് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തത്. അത് അറിയക്കൊള്ള കൊടുത്തതാണ്. പലർക്കും വേണ്ടിയിട്ട്, പല കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാനത്. അത് ആ സ്ത്രീക്ക് അത് കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചിയുടെ വഴിക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ തരുന്ന ഓരോ സ്നേഹത്തിനും സപ്പോർട്ടിനും നെഗറ്റീവാണ് ഏറ്റവും ഒരു സിനിമയെ പറയുന്നില്ലേ, പിന്നെ ഇത് പറയുന്നില്ലേ, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ നെഗറ്റീവാണ് ഏറ്റവും വലിയ പ്രചോദനമായിട്ട് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു കാര്യം തരുന്നത്. അതുകൊണ്ട് ഇനിയും നെഗറ്റീവ് ഇടേണ്ട ആൾക്കാർക്ക് നെഗറ്റീവ് ഇടാം. ഞങ്ങളുടെ മറുപടി എന്താണെന്നുള്ള കേൾക്കാൻ ആഗ്രഹമുള്ളവർ വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ.